മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDFന് ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDFൻ്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞ അതാണ്, ചർച്ച നടത്തോട്ടെ, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. അല്ല, എന്നെ കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പണ്ടും അത് ഉണ്ടായിട്ടുണ്ട്. CH സോമേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കല്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ അനാസ്വരത്തിലാണ്. അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. മലപ്പുറം ജില്ലയിലെയും പുറത്തുമുള്ള കോൺഗ്രസിൻ്റെയും UDFലെ ഇതര ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പാണക്കാട്ടും കുഞ്ഞാലി സാഹിബിൻ്റെ അടുത്തും ഇടയ്ക്കിടെ വന്ന് സൗഹൃദം പങ്കിടൽ സാധാരണയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. ഇല്ല ഇല്ല, ഞങ്ങൾ UDFന് പിന്തുണ നൽകും. കോൺഗ്രസിന്റെ തീരുമാനം ലീഗ് അംഗീകരിക്കും. തീർച്ചയായിട്ടും, എന്താ സംശയം? ഇല്ലെന്ന് UDFന്റെ പൊതു അഭിപ്രായമായിട്ടാണ് ഇത് വരിക. ആ അഭിപ്രായത്തോടൊപ്പം ലീഗ് നിൽക്കും. ലീഗിനായിട്ട് വലിയ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടടക്കം ഇത്തരത്തിൽ ഈ വിവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അത്തരം ചർച്ചകൾ പൊതു രംഗത്തിടുന്നത് ശരിയല്ല. അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും, അവർക്ക് നൈരാശ്യം ഉണ്ടാകും. ആ കാര്യം നേതാക്കന്മാർ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അറിയില്ലോ എല്ലാവരും. നിങ്ങളെ അറിയിച്ചാൽ പോലെ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് നിങ്ങളല്ലേ. ഈ മുഖ്യമന്ത്രി ആരായാലും ലീഗിന് 5 സീറ്റ് കിട്ടുന്ന ഉറപ്പല്ലേ? അല്ല, 5 മന്ത്രിമാരുണ്ടാവുന്ന ഉറപ്പല്ലേ? എന്തിനാ നിങ്ങൾ 5 ഒതുക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ, പിന്നെ അതിന് കാരണം ചോദിച്ചാൽ പറയും ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, ലീഗ് പണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതെന്തായാലും ചോദിക്കാത്തത്? 5-5-ലേറെയൊക്കെ ആവാ അനുമോദേ, വെറും 5 ഒതുക്കല്ലേ ഞങ്ങളെ. ഇതിൽ ആവശ്യപ്പെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനം എടുക്കും. വിസ്മയം, ഈ വനിതാ സംവരണത്തിന് മുസ്ലിം ലീഗ് അനുകൂലമാണ്. നേരത്തെ 2010 ഈ ചർച്ച വന്നപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2013 ഇത് സംബന്ധിച്ച ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ആ വനിതാ സംവരണവും ഇപ്പോൾ അവതരിപ്പിച്ച സംവരണ ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഡീലിമിറ്റേഷനും പിന്നെ കൂടുതൽ സീറ്റുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവരുടെ ഒരു അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബില്ലിനെ ഇന്ത്യ മുന്നണി എതിർക്കുന്നത്. അതിനോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. പക്ഷെ വനിതാ സംവരണം ആവശ്യമാണ്. അത് വനിതാ സംവരണം മാത്രമായി വന്നാൽ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണക്കും. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറഞ്ഞതോടൊപ്പം ഞങ്ങൾ നോക്കും.